ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡബിൾ വിഷൻ എന്ന ഒരു അടിപൊളി ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് കിടക്കാം, വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ലേഡിക്ക് പെൺകുട്ടി പിറക്കുന്ന കാണിക്കുന്നത്. എന്നാൽ പിറന്ന കുറച്ച് സമയത്തിന് തന്നെ കുഞ്ഞ് മരിച്ചു പോകും. ആ കുഞ്ഞിന്റെ കണ്ണ് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഒരു കണ്ണിൽ 2 കൃഷ്ണമണി. അവിടെ സീൻ കട്ട് ചെയ്താൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് ഓഫീസറാണ് നമ്മുടെ ഹീറോ ബെൻ. പുള്ളിക്കാരൻ്റെ മുഖത്ത് അത്ര അങ്ങോട്ട് സന്തോഷമില്ല. ബെൻ അവൻ്റെ ഫാമിലിയെ മീറ്റ് ചെയ്തിട്ട് കുറേ കാലമായി. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മിക്കവാറും അവൻ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. പാസ്റ്റിൽ നടന്ന ചില സംഭവങ്ങൾ കാരണമാണ് ബെൻ ഇത്രയ്ക്കും ടെൻഷനും ഡിപ്രഷനും ഒക്കെ ആകാൻ കാരണം. മുൻപ് ഇവൻ ഒരു കേസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ ഇല്ലീഗലായിട്ട് കാശ് സമ്പാദിക്കുന്നു എന്ന വിവരം ഇവന് കിട്ടി. ഇവനൊരു സത്യസന്ധനായ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ആ പണി ചെയ്ത എല്ലാവന്മാരെയും പിടിച്ച് ജയിലിടും. അതിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് ആളുകളും വലിയ വലിയ പിടിപാടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കാരണം ഇവൻ നിറയെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. അതിൽ ഏറ്റവും വലിയ പുള്ളി ഇവന്റെ കസിൻ ഒരുത്തനായിരുന്നു. അവൻ ഏകദേശം 7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. അവൻ ജയിലിൽ കിടക്കാൻ കാരണക്കാരനായ ബെന്നിനെ തകർക്കണമെന്ന ലക്ഷ്യത്തോടെ പിന്നീട് അവൻ ജയിൽ വിട്ട് ഇറങ്ങിയത്. ബെന്നിന് അന്ന എന്ന പേരുള്ള ഒരു മകളുണ്ട്. ഇപ്പോൾ ഈ ക്രിമിനൽ ആ കൊച്ചിന്റെ തലയ്ക്ക് തോക്ക് ചൂണ്ടി ഇവന് ഭീഷണിപ്പെടുത്തും. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു നിനക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാൻ തരാന്ന്, എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ. നീ അത് കേട്ടോ? അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് 7 വർഷം. നീ എനിക്ക് ഓർമ്മിക്കാൻ തന്ന എല്ലാ കാര്യങ്ങൾക്കും പകരം ഞാൻ നിനക്ക് ഓർമ്മിക്കാൻ ഒരു കാര്യം ചെയ്യാമെന്നും പറഞ്ഞ് അന്നയുടെ തലയിൽ ലൈറ്റായിട്ട് ഷൂട്ട് ചെയ്യും. അതായത് ബുള്ളറ്റ് തലയിലൂടെ തുളച്ചു കയറാതെ സൈഡിൽ ഷൂട്ട് ചെയ്യും. അവൻ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാത്തത് കൊണ്ട് ചെറിയ മുറിവോടെ അന്ന രക്ഷപ്പെട്ടു. പക്ഷെ ലെവൻ അവൻ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് അവന്റെ ശരീരത്തിനുള്ളിൽ കയറി അവൻ മരിക്കും. അതിനുശേഷം ബെന്ന് അവന്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി. അവൾ ഏറെക്കുറെ ശരിയായി. പക്ഷെ അന്നത്തെ ഷോക്കിൽ അവൾക്ക് സംസാരിക്കാൻ പറ്റാതെയായി. തന്റെ മകൾക്ക് സംസാരിക്കാൻ പറ്റാതായത് താൻ കാരണമാണല്ലോ എന്ന് ആലോചിച്ച് അവൻ സങ്കടപ്പെടും. എന്നിരുന്നാലും അവൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കും. തന്റെ മകൾക്ക് സംഭവിച്ചതാലോചിച്ച് അവൻ സ്വയം ഒതുങ്ങും. ഭാര്യയും മകളെയും കാണാൻ പോകുന്നത് കുറയും. ഒരുവിധം എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ തന്നെ സ്റ്റേ ചെയ്തു തുടങ്ങി. ഭാര്യയ്ക്കും കുഞ്ഞിനും ആവശ്യമായ പണവും മറ്റ് സഹായങ്ങളും മാത്രം അവൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ സംസാരിപ്പിക്കണമെന്ന് വിചാരിച്ച് നിറയെ ഹോസ്പിറ്റലിൽ അവൻ കയറിറങ്ങി. എന്നിട്ടും കുഞ്ഞ് അവളുടെ ലൈഫിൽ നടന്ന ആ സംഭവത്തിൽ നിന്ന് ഇന്നും പുറത്തു വന്നിട്ടില്ല. ഇതാണ് അവന്റെ ലൈഫിൽ നടന്ന മോശമായിട്ടുള്ള സംഭവം. അവിടെ സീൻ കട്ട് ചെയ്താൽ പ്രസന്റിൽ ഒരു ഓഫീസിൽ വലിയ പോസ്റ്റിലിരിക്കുന്ന ആള് മരിച്ചു കിടക്കുന്നത് അയാളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് കാണും. ആ പെണ്ണ് ഈ സംഭവം അവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയും. ഓൺ ദ സ്പോട്ടിൽ അവിടേക്ക് പോലീസും മീഡിയക്കാരും എത്തിയിട്ടുണ്ടാകും. ഈ സംഭവം കേട്ട് അവിടേക്ക് എത്തിയ പോലീസ് ടീം നമ്മുടെ ബെന്നും അവന്റെ പിള്ളേരാണ്. അയാൾ എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ ടാസ്ക്കാണ്. അയാളെ ടച്ച് ചെയ്ത് നോക്കിയാൽ നനഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു പക്ഷെ മരിക്കുന്നതിന് കുറച്ചു മുൻപ് അയാൾ വെള്ളം നനഞ്ഞിരിക്കാം. ബെന്നും അവന്റെ ടീമും അവിടെയുള്ള എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യും. അവരുടെ MD ഇന്ന് ഓഫീസിൽ വന്ന അപ്പത്തൊട്ട് ഈ നിമിഷം വരെയും പുറത്തു പോയിട്ടില്ല. പിന്നെ എങ്ങനെയാ സാറ് വെള്ളം നനഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയുന്നത്? കുറച്ചു മുൻപ് വല്ലാതെ തണുക്കുന്നെന്ന് പറഞ്ഞ് ഞാനാണ് സാറിന്റെ റൂമിലെ AC ഓഫ് ചെയ്തതെന്ന് PA പറയും. ബെന്നിന് ആകെ കൺഫ്യൂഷനാകും. എങ്ങനെയായിരിക്കും ഇയാൾ മരിച്ചത് എന്ന് എല്ലാവരുടെ മുൻപിലും അതൊരു ചോദ്യചിഹ്നമായി മാറി. അങ്ങനെ ഇരിക്കെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വന്ന് അയാളുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്യും. ഇന്നേരം ജെല്ലി ടൈപ്പ് ഒരു ഫംഗസ് അയാളുടെ ബോഡിയിൽ നിന്നും കിട്ടും. അവിടെ സീൻ കട്ട് ചെയ്താൽ US ഒരു വലിയ മീറ്റിംഗ് നടക്കുന്ന കാണിക്കുന്നത്. ആ മീറ്റിംഗിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് കെവിൻ. അയാൾ ഫേമസ് ആയിട്ടുള്ള FBI ഏജന്റാണ്. കെവിൻ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഭയങ്കര റിസ്ക് പിടിച്ച എല്ലാ കേസും കണ്ടുപിടിക്കും. അത്രയ്ക്കും ബ്രില്യൻ്റാ. അത്തരത്തിൽ വന്ന കേസിനെ കുറിച്ചാണ് അവൻ അവരോട് പറയുന്നത്. ഇവിടെയുള്ള ആളുകളെ ഒരു സീരിയൽ കില്ലർ തുടർന്ന് കൊന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എല്ലാവരും അവൻ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് ഒരു ക്ലൂ പോലും മരിച്ചുപോയ ആളുകളുടെ ഡെഡ് ബോഡിയിൽ കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവരെ ടോർച്ചർ ചെയ്ത പോലെയോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഇല്ല. അയാൾ എന്തിനാണ് ഇവരെ ഇങ്ങനെ കൊല്ലുന്നതെന്നും അറിയില്ല. അതുപോലെ മരിച്ചുപോയ ആളുകളുടെ ഫേസ് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന പോലെയായിരിക്കും. ഞാൻ ഇതുവരെ ഹാൻഡിൽ ചെയ്ത എല്ലാ കേസുകളും വെച്ച് ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസ്. ഇതുവരെയും എനിക്ക് കേസിലെ സീരിയൽ കില്ലറെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. നെക്സ്റ്റ് സീനിൽ തായ്ലാൻഡിലുള്ള ലേഡിയാണ് കാണിക്കുന്നത്. അവൾ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയിലിരുന്ന് ന്യൂസ് പേപ്പർ ഒരു കാരണമില്ലാതെ കത്താൻ ആരംഭിക്കും. അത് പതിയെ എല്ലാ ഭാഗവും കത്താൻ തുടങ്ങി. ഇത് മനസ്സിലാക്കി അവൾ വേഗം ഫയർഫോഴ്സിൽ കോൾ ചെയ്ത് തന്റെ വീടിന് തീ പിടിച്ചെന്ന വിവരം പാസ് ചെയ്യും. അവൾ കോള് കട്ടാക്കി വരുമ്പോഴേക്കും അവിടെ മുഴുവൻ തീ ആളി കത്താൻ ആരംഭിക്കും. അവളെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ അവൾ മരിക്കും. ഓൾറെഡി അവൾ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കോൾ ചെയ്ത് പറഞ്ഞതിനാൽ അവരിന്നേരം അവിടേക്ക് എത്തിയിട്ടുണ്ടാകും. അവർ വന്ന് ഡോർ തുറന്നു നോക്കിയാൽ ഈ വീട് കത്തിയ പോലെയോ ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു വസ്തു കത്തിക്കരിഞ്ഞ നിലയിലോ കാണാനില്ല.
പക്ഷെ ആ ലേഡി മാത്രം കത്തിക്കരഞ്ഞ നിലയിൽ കിടപ്പുണ്ട്. ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉടൻ തന്നെ പോലീസിനെ ഈ സംഭവം ഇൻഫോം ചെയ്യും. അങ്ങനെ അവിടേക്ക് ബെന്നും കൂട്ടരും എത്തും. അവിടുന്ന് പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടില്ല. ആ സ്ത്രീയെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയതാണെങ്കിലോ അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തതാണെങ്കിലോ ഫയർ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് തന്റെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ വീടോ അതിലുള്ള ഒരു സാധനവും കത്തിയിട്ടില്ല. ആകെ മൊത്തം വശപിശകുള്ള കേസ്. ഇതിനു മുൻപ് ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോഴും ഇതുപോലെ യാതൊരു എവിഡൻസും അവർക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് ഈ കേസും. ഒരുപക്ഷെ ഇത് രണ്ടും ചെയ്തത് ഒരേ വ്യക്തിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള മർഡർ നടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇതേപ്പറ്റി ബെന്ന് അവന്റെ മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറയും. നമ്മൾ ഇനിയും കൂടുതൽ ശ്രദ്ധയോടെ ഈ കേസിനെ പറ്റി അന്വേഷിക്കണം സാർ. യാതൊരു തുമ്പും കിട്ടാത്തതിനാല് എവിടുന്ന് കേസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ കേസുകളെ പറ്റി മീഡിയ എങ്ങാനും അറിഞ്ഞാൽ ഇവരെ കൊണ്ട് ഇനിയും കില്ലറെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ നമ്മളെ വെച്ചേക്കില്ല. എന്തായാലും എവിഡൻസ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ ബെൻ. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ബെന്നിന്റെ വൈഫും കുട്ടിയും അവനെ കാണാൻ വന്നിട്ടുണ്ട്. അന്നയുടെ ക്ലാസ് ടീച്ചർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് അവൾ പോകും. ഭാര്യ പറഞ്ഞ പോലെ അടുത്ത ദിവസം അന്നയുടെ ക്ലാസ് ടീച്ചറെ കാണാൻ അവൻ പോകും. ടീച്ചറെ കാണണമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, അന്ന അവളുടെ ക്ലാസ്സിലെ 2 ചെറുക്കന്മാരായിട്ട് നല്ല അടിപിടി കൂടി. അവന്മാരുടെ മുഖമെല്ലാം വീങ്ങിപ്പോയി. നിങ്ങളുടെ മകൾക്ക് ഇത് തന്നെയാണോ സ്ഥിരം ജോലി? ഒന്നുമില്ലെങ്കിൽ ഇവൾക്ക് എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ടീസി മേടിച്ചിട്ട് പോ. വെറുതെ എന്നെ ടെൻഷൻ ആക്കാതെ. ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചിട്ട് ഇനി അന്നയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. പ്ലീസ് മാഡം, സോറി മാഡം, പ്ലീസ്. അവിടുന്ന് ഹീറോ അവളെയും കൊണ്ട് എപ്പോഴും കാണിക്കാറുള്ള ഡോക്ടറെ പോയി കാണിക്കും. അതായത് അന്ന് അവൾക്ക് വെടിയേറ്റപ്പോൾ കൊണ്ടുപോയ അതേ ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടറും അപ്പനും ഇവളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുക. അതേ നേരം അവിടെ ഇരുന്ന് ബോറടിച്ച അന്ന തൊട്ടടുത്ത മുറിയിലേക്ക് ജസ്റ്റ് ഒന്ന് നടക്കും. അത് അവിടുത്തെ ഒരു ലാബാണ്. അതിനുള്ളിൽ റിസർച്ചിന് ആവശ്യമായ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇന്നേരം ഒരു ഗ്ലാസ് ബോട്ടിൽ ജനിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ മരിച്ചുപോയ കുഞ്ഞിനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇവള് വേഗം അതിൻ്റെ അടുത്ത് പോയി നോക്കിയാൽ ആ കുഞ്ഞിൻ്റെ ഒരു കണ്ണിൽ 2 കൃഷ്ണമണിയുണ്ട്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് പിറന്ന് കുറച്ച് സമയത്തിനുള്ളിൽ മരിച്ചു പോയിട്ടുണ്ടാകില്ല. ആ കുഞ്ഞിൻ്റെ കണ്ണിൽ 2 കൃഷ്ണമണി ഉണ്ടായിരുന്നു. ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി. അവിടെ സീൻ കട്ട് ചെയ്താൽ അന്ന് രാത്രി VIP ആയ ഒരു വയസ്സായ മനുഷ്യൻ അയാളുടെ മുറിയിൽ നിന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ നേരം ഒരു കാരണവുമില്ലാതെ അയാളുടെ വിരലുകളിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. കൂടാതെ അയാളുടെ ശരീരം മുഴുവൻ വേദനിക്കാൻ തുടങ്ങി. എന്തെങ്ങനെ വേദനിക്കുന്നതെന്ന് വിചാരിച്ച് അയാൾ ബോഡി ചെക്ക് ചെയ്ത് നോക്കിയാൽ അയാളുടെ വയർ കീറി മുറിഞ്ഞ് അവയവങ്ങളെല്ലാം പുറത്തു വീണ് ബ്ലീഡിംഗ് ആയിക്കൊണ്ടിരിക്കാം. നിർത്താതെ രക്തമൊഴുകാൻ തുടങ്ങിയതോടെ അധികം വൈകാതെ തന്നെ അയാൾ മരിക്കും. വിവരമറിഞ്ഞ് പോലീസ് അവിടെ എത്തും. കൂടാതെ ഇയാളൊരു VIP ആയതുകൊണ്ട് ന്യൂസ് കാട്ടുതീ പോലെ പടരും. ഇപ്പോൾ അവിടെ എത്തിയ ബെന്നും കൂട്ടരും അവിടെ മൊത്തം പരിശോധിക്കും. അയാളുടെ ശരീരത്തിൽ നിറയെ തുന്നലിട്ടിട്ടുണ്ട്, വളരെ വ്യത്യസ്തമായ സിമ്പിൾ പോലെ. അതെല്ലാം ബെന്നെ നോട്ട് ചെയ്യും. ഒരു പക്ഷേ ഈ കേസ് കണ്ടുപിടിക്കാൻ ഈ സിമ്പിൾ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഈ ന്യൂസ് തായ്ലാൻഡിൽ കടന്ന് US-ലെത്തും. കാരണം ഇയാൾ US-ൽ നടക്കുന്ന വലിയ ബിസിനസ്സിലെല്ലാം അംഗമാണ്. അതുകൊണ്ട് US-ലെ ബാക്കി ആ ബിസിനസ്സിലെ അംഗങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ആ കില്ലറെ കണ്ടുപിടിക്കണമെന്ന് തായ്ലാൻഡ് പോലീസിനെ പ്രഷർ ചെയ്യാൻ തുടങ്ങി. കൂടാതെ തായ്ലാൻഡ് പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ US-ലെ FBI ഓഫീസർ കെവിനെയും തായ്ലാൻഡിലേക്ക് പറഞ്ഞയക്കും. കെവിൻ അവിടെ എത്തിയപാടെ പോലീസ് ഓഫീസർ ബെന്നുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും. 2 പേരും കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇവർ മർഡർ നടന്ന എല്ലായിടത്തും പോയി എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് ചെക്ക് ചെയ്യും. ഈ 3 സ്ഥലത്തു നിന്നും അവർക്ക് ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ചെറിയൊരു സാധനം കിട്ടും. കൂടാതെ വേറൊരു ഇൻഫോർമേഷനും കിട്ടി. അതായത് ആദ്യം മരിച്ച ആളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ അതേ ജെല്ലി ടൈപ്പ് ഫംഗസ് ബാക്കി 2 ആളുടെ ശരീരത്തിൽ നിന്നും കിട്ടി. അത് എന്ത് തരം ഫംഗസ് ആണെന്നറിയാൻ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അന്നേ ദിവസം ബെന്നിനെ കാണാൻ അവൻ്റെ ഭാര്യയും മകളും എത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ഇവൻ ഈ കേസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത കാരണം ഭാര്യയും മകളെയും അത്രയൊന്നും മീറ്റ് ചെയ്യാറില്ല. അവിടെ ബെന്നിനെ കൂടാതെ കെവിനും ഉണ്ട്. ഇന്നേരമാണ് ബെന്നിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ ട്രാജഡികളും അവന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കെവിൻ അറിയുന്നത്. ശേഷം ബെന്നും അവന്റെ ഭാര്യയും തനിയിരുന്ന് സംസാരിക്കും. ഇനിയും നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്രയും പറഞ്ഞ് അവൾ ഡൈവേഴ്സ് പേപ്പർ അവന് നേരെ നീട്ടും. ഇത് കണ്ട് ബെൻ ഒന്നും മിണ്ടില്ല. അതേസമയം അവൾ മകളെയും കൂട്ടി അവിടുന്ന് പോകും. കുറച്ച് സമയത്തിനുള്ളിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് അവൻ ആ പേപ്പർ കീറിക്കളയും. അടുത്ത ദിവസം ബെന്നും കെവിനും വർഷങ്ങളായിട്ടുള്ള ഒരു ലൈബ്രറിയിലേക്ക് അവിടുത്തെ സ്റ്റാഫിനെ മീറ്റ് ചെയ്യാൻ പോകും. അതായത് VIP ആളെ സീരിയൽ കില്ലർ കൊന്നപ്പോൾ നിറയെ സിമ്പിൾ അയാളുടെ ശരീരത്തിൽ കീറി വരച്ചാണല്ലോ പോയിട്ടുണ്ടാകുക. അതെല്ലാം ബെന്ന് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇയാൾക്ക് കാണിച്ചു കൊടുക്കും. അതിൽ ഒരുവിധം സിമ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ലൈബ്രറിയന് മനസ്സിലാകും. ഉടനെ അയാൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കും കുറച്ച് ഡോക്യുമെന്റ്സും ഇവർക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങൾ എനിക്ക് കാണിച്ചു തന്ന സിമ്പിൾസ് ഈ ബുക്കിലെ ഓരോ പേജിലും കാണാം. ഇത് 1000 വർഷം പഴക്കമുള്ള ബുക്കാണ്.
നിങ്ങൾ കാണിച്ച എല്ലാ സിമ്പിളും ചൈനയിലുള്ള ഒരു പഴയ ടെമ്പിളിലുള്ളതാ. ഇന്നേരം ബെന്നിന്റെ മുഖത്ത് ഒരു ആത്മധൈര്യം കാണും. എങ്ങനെയാണെങ്കിലും സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാന്നുള്ള ഒരു വിശ്വാസം. ഇവർ തേടുന്ന സീരിയൽ കില്ലർക്കും ആ ചൈനയിലെ ആ ടെമ്പിളിനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഇവർക്ക് ബോധ്യമാകും. ഇപ്പോൾ ക്യാമറ അങ്ങനെ തന്നെ തിരിച്ച് ടെമ്പിൾ കാണിക്കുന്നുണ്ട്. അവിടെ നിറയെ ആളുകൾ എന്തോ ആചാരം ചെയ്തുകൊണ്ടിരിക്കാം. ആ ടെമ്പിളിൽ 2 പേരാണ് ഹെഡ്. ഇപ്പോൾ ഒരാളെ കണ്ണ് കെട്ടി കൊണ്ടുവന്ന് നിർത്തി അയാളെ അവർ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലും. അയാൾ മരിക്കുന്ന സമയം വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറോയും കെവിനും ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സും ഇവർക്ക് മരിച്ച ആളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ സിമ്പലും ചേർത്ത് വെച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കും. പക്ഷെ ഒന്നും കിട്ടില്ല. ആ കില്ലർ ഒരാളെ തേടിപ്പോയി കൊല്ലുന്നില്ല, റാൻഡായിട്ടാണ് കൊല്ലുന്നത്. അത് ആണിനെയോ പെണ്ണിനെയോ ആകാം. കില്ലർ കൊല്ലുന്ന എല്ലാ ആളുകളുടെ ശരീരത്തിൽ നിന്നും ജെല്ലി ടൈപ്പ് ഫംഗസിനെയും കാണാം. അങ്ങനെ ഇവർ ഈ കേസിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യും. ഇവർ ജെല്ലി ടൈപ്പ് ഫംഗസ് പരിശോധിക്കാൻ അയച്ചിരിക്കുന്നത് അമേരിക്കയിലേക്കാണ്. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് പുതിയ ടൈപ്പ് ഫംഗസ് ആണ്. ഇത് നമ്മുടെ ബ്രെയിനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അറിയാത്ത പോലെ അഥവാ മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മുടെ മൈൻഡിനെ അങ്ങ് കൺട്രോൾ ചെയ്തു തുടങ്ങും. ഇപ്പുറത്തെ ടെമ്പിളിൽ ഒരാളെ കൊന്നിട്ടുണ്ടാകില്ലേ, അയാളുടെ ബോഡി ആരും കാണാതെ എടുത്തു കൊണ്ടുപോയി കാറിലിട്ട് മറ്റൊരിടത്തേക്ക് പോകുക ഇവർ രണ്ടാളും. അങ്ങനെ അവർ പോകുന്ന വഴി വലിയൊരു ട്രാഫിക് വരും. ഉടനെ ഇവന്മാരെ കാറും അതിലെ ഡെഡ് ബോഡിയും അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയും. ട്രാഫിക് എല്ലാം ശരിയായിട്ടും ഈ കാറ് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ഇവർ ആ കാർ ചെക്ക് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടുന്നത്. ആ ഡെഡ് ബോഡിയിലെ ഹൃദയം കീറി മുറിച്ച് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇത് സീരിയൽ കില്ലറിന്റെ പണിയാകുന്ന ഡൗട്ടിലാണ് രണ്ടാളും. അതുകൊണ്ട് തന്നെ ഈ കാറിന്റെ യഥാർത്ഥ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആരംഭിക്കും. കൂടാതെ ബെന്ന് വീണ്ടും ലൈബ്രറിയനെ കണ്ട് ഈ കേസിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറയും. ഇതുവരെയും അവൻ സിമ്പലിനെ പറ്റി മാത്രമാണ് അയാളോട് പറഞ്ഞത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കേസിനെ പറ്റി അവൻ പറയും. ഈ കേസിൽ മരിച്ചുപോയ ആളുകൾ എങ്ങനെയാണ് മരിച്ചത്, സീരിയൽ കില്ലർ ചെയ്യുന്ന എല്ലാ മർഡറും വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്, അതെന്തിനായിരിക്കും, എന്തിനാ 1000 വർഷം പഴക്കമുള്ള സിമ്പലെല്ലാം കൊന്ന ആളുടെ ശരീരത്തിൽ കുത്തിവരച്ച് അയാൾ പോകുന്നത് എന്നിങ്ങനെയുള്ള നിറയെ ഡൗട്ട്സ് അയാളോട് കേൾക്കും. ഇപ്പോഴാണ് ഇയാൾ ഒരു ആചാരത്തെ പറ്റി പറയുന്നത്. സാർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് പഴയൊരു ആചാരത്തിലേക്കാണ്. ആ ആചാരത്തിൻ്റെ പേരാണ് 5 കിൽസ്. ഏത് മനുഷ്യനാണോ മരണമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവനാണ് ഈ ആചാരം ഫോളോ ചെയ്യുന്നത്. ഈ ആചാരം സാധാരണ എല്ലാ മനുഷ്യരാലും ചെയ്യാൻ പറ്റില്ല. ആരുടെ കണ്ണിലാണോ 2 കൃഷ്ണമണി ഉള്ളത് അവരെ കൊണ്ട് മാത്രമേ ഈ ആചാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരുടെ കണ്ണിലെ അടുത്ത കൃഷ്ണമണി ആരാണ് ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നത്, ആരാണ് അവരവരുടെ ജീവിതത്തിൽ മോശം പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കണ്ണുപയോഗിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ മരിച്ച ആളുകളെല്ലാവരും അവരുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ അന്വേഷിക്കുന്ന ഒരു കണ്ണിൽ 2 കൃഷ്ണമണിയുള്ള ആൾ ഇവരെ കൊന്നിരിക്കുന്നത്. ഇയാൾ ഒരു സീരിയൽ കില്ലറൊന്നുമല്ല. ഈ ആചാരത്തിന് എങ്ങനെയാ 5 കില്ലേഴ്സ് എന്ന പേര് വന്നതെന്ന് വെച്ചാൽ, ആചാരത്തിന് വേണ്ടി ഇവൻ 5 പേരുടെ ജീവനെടുത്ത് 6ാമത്തെ ആളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന് ഒരിക്കലും മരണമില്ലാത്ത ജീവിതം കിട്ടും. കൂടാതെ അവന് ഭയങ്കര വലിയൊരു പവർ ലഭിക്കും. ഈ ആചാരത്തിന് 5 പേരെ 5 തരത്തിൽ കൊല്ലണം. 1 വെള്ളം, 2 തീ, 3 ഒരാളുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും പുറത്തെടുത്ത് കൊല്ലണം, 4 ഒരാളെ കൊന്ന് അവൻ്റെ ഹൃദയം പുറത്തെടുക്കണം, 5ാമത്തെ അവസാനമായി ആചാരത്തിന് വേണ്ടി ഒരുത്തിനെ കൊന്ന് അവൻ്റെ നാവ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് ഈ 4 കൊലപാതകത്തിലും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആൾ 5ാമത്തെ ആളെ കൊന്ന് നാവ് കട്ട് ചെയ്തെടുത്ത് ഈ ആചാരം കംപ്ലീറ്റ് ആക്കും. എല്ലാത്തിനു ശേഷം അവൻ്റെ ലൈഫിൽ ഒരു മനുഷ്യൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്താൽ അവൻ്റെ ലൈഫിൽ അവനൊരു പവർ കിട്ടും, എന്തിനേയും കീഴടക്കാനുള്ള പവർ. ഇനിയൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന അയാൾക്ക് ഇപ്പോൾ ഒട്ടും വയ്യാത്ത അവസ്ഥയായിരിക്കും. എപ്പോൾ ആ പവർ ലഭിക്കുന്നു അപ്പോഴാണ് അവൻ്റെ എല്ലാ പ്രശ്നവും സോൾവ് ആകുക. ഈ വിഷയമെല്ലാം മനസ്സിലാക്കി ബെന്ന് കെവിനെ ഫോൺ ചെയ്ത് ഇതേപ്പറ്റി പറയുമ്പോഴാണ് അവൻ എത്രയും പെട്ടെന്ന് ഇവനോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഇവനും ഉടനടി അവിടേക്ക് എത്തും. അതായത് അവസാന ഡെഡ് ബോഡി കിട്ടിയ വാനിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആ ടെമ്പിളിലെ 2 ഹെഡിൻ്റെയും പേരിലാണ്. ഇത് മനസ്സിലാക്കിയ ഉടനെ ബെന്നും കെവിനും ഒരു ടീമിനെ അറേഞ്ച് ചെയ്ത് ചൈനയിലെ ടെമ്പിളിലേക്ക് പോകും. ഇവരുടെ ഈ വലിയ ടീം ടെമ്പിളിലേക്ക് എൻട്രി അടിക്കും. അവിടെ പൂട്ടിക്കിടന്നിരുന്ന എല്ലാ മുറികളും അവർ പരിശോധിക്കും. അങ്ങനെ മൊത്തത്തിൽ അരിച്ചു പെറുക്കുന്നതിനിടയിൽ ആ ടെമ്പിളിലുള്ള ആളുകൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ കുറേ പേര് മരിക്കും. ആ ഒരു ഫൈറ്റിന്റെ അവസാനം അവിടെ ആചാരം നടത്തിയിരുന്ന എല്ലാവരെയും കൊന്ന് ആ 2 ഹെഡുകളെയും അറസ്റ്റ് ചെയ്യും. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലവും പരിശോധിക്കുമ്പോഴാണ് ബേസ്മെന്റിൽ ബോധമില്ലാതെ ഒരു പെൺകുട്ടി കിടക്കുന്നത് കാണുന്നത്. ഈ ടെമ്പിളിലുണ്ടായിരുന്ന എല്ലാവരും അവളെ ഈ അറയിൽ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു.
ഒരു പക്ഷേ 5ാമത്തെ കൊലപാതകത്തിനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നതായിരിക്കണം ഈ പെണ്ണിനെ. അതിനു മുൻപ് കൊലയാളികളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവളെ രക്ഷിക്കാൻ സാധിച്ചു. കൂടാതെ ഇവർ രണ്ടാളും ഭംഗിയായിട്ട് തന്നെ ഈ കേസ് തെളിയിച്ചു. ആ ഒരു സന്തോഷത്തിലാണ് ഇവർ രണ്ടാളും. ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. കേസിന് വിജയിച്ച സന്തോഷത്തിൽ അന്ന് നൈറ്റ് കെവിനും ബെന്നും ഒരുമിച്ച് കൂടി എൻജോയ് ചെയ്തു. പിറ്റേന്ന് കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ബെന്ന് കെവിനെ കുറേ വിളിക്കും. പക്ഷെ അവൻ എഴുന്നേൽക്കില്ല. ഉടനെ ബെന്ന് അവനെ തട്ടി വിളിക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അതായത് കെവിൻ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരിക്കും. അവന്റെ നാക്ക് കട്ട് ചെയ്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇത് കണ്ട് ബെന്നിന് ആകെ ഷോക്കാകും. ഇവർ കില്ലറാണെന്ന് വിചാരിച്ച രണ്ടാളെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ആചാരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശരിക്കുള്ള കൊലപാതകി കളിക്കളത്തിൽ തന്നെയാണുള്ളത് എന്നാണ്. ഇതെല്ലാം കണ്ട് ബെന്നിന്റെ കിളി പോയി. അധികം വൈകാതെ പോലീസും ഫോറൻസിക് വിഭാഗത്തിലുള്ള ആളുകളും അവിടെ എത്തി. പരിശോധനയിൽ കെവിന്റെ ശരീരത്തിൽ നിന്നും ഫംഗസ് കണ്ടെത്തും. ഇപ്പോൾ മയക്കത്തിൽ നിന്നിട്ട് ബെന്നിന്റെ മനസ്സിൽ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ലൈബ്രറിയൻ പറഞ്ഞ കാര്യങ്ങളും. അതായത് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു സീരിയൽ കില്ലറെ അല്ല. അവനൊരു കണ്ണിൽ 2 കൃഷ്ണമണി ഉണ്ടാകും. ഈ ആചാരങ്ങൾ ചെയ്ത് അവനൊരു പവർ കിട്ടുന്നവരെയും അവൻ ആരോഗ്യവാനായിരിക്കില്ല. അവന്റെ ശരീരം തളർന്ന അവസ്ഥയായിരിക്കും. ഇതെല്ലാം അവൻ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കും. ടെമ്പിളിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയും കണ്ണിൽ 2 കൃഷ്ണമണി ഉള്ളത് അവൻ കണ്ടിട്ടില്ല. കൊലയ്ക്ക് കാരണമായ ആൾക്കാർ എന്ന് പറഞ്ഞ് 2 ആളെ അറസ്റ്റ് ചെയ്തു. ഇന്നും ഈ കൊല തുടർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായും കൊലപാതകി പുറത്ത് തന്നെയുണ്ട്. ടെമ്പിളിൽ നിന്ന് തളർന്നു കിടന്ന ഒരു പെണ്ണിനെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്കാക്കി. അവളുടെ കണ്ണ് മാത്രം ഞാൻ നോട്ട് ചെയ്തില്ല. ഒരു പക്ഷേ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന കൊലപാതകി അവളായിരിക്കും. ഉടനടി ഇവൻ അവളെ കിടത്തിയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. എന്നാൽ കുറച്ച് മണിക്കൂർക്ക് മുൻപ് അവൾ അവിടുന്ന് പോയെന്ന് അവർ പറയും. അവള് അമ്പലത്തിലേക്കായിരിക്കുമോ പോയിട്ടുണ്ടാകുക എന്ന ഡൗട്ടിൽ ഇവനും അവിടേക്ക് ചെല്ലും. അവൻ വിചാരിച്ച പോലെ അവൾ അവിടെ തന്നെ ഉണ്ടാകും. ആചാരപ്രകാരം 5 കൊലപാതകങ്ങളും നടത്തിയതിനു ശേഷം ഇത്രയും കാലം രോഗാവസ്ഥയിലായിരുന്ന അവൾക്ക് പെട്ടെന്ന് ആരോഗ്യം തിരിച്ചു കിട്ടി. കൂടാതെ ഇവൾക്ക് കുറച്ച് സൂപ്പർ നാച്ചുറൽ പവർ എല്ലാം ഉണ്ട്. ബെൻ അവളെ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അവളുടെ പവർ യൂസ് ചെയ്ത് ബെന്നിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ലൈബ്രറിയൻ പറഞ്ഞ പോലെ 5 കൊലപാതകങ്ങൾ ചെയ്ത് 6ാമത് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ കൊലപാതകയ്ക്ക് ഒരു പവർ കിട്ടും. കൂടാതെ മരണമില്ലാത്ത ഒരു ജീവിതവും കിട്ടും. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് 6ാമത്തെ വിഷയമാണ്. ഇതുവരെ മരിച്ചുപോയ 5 പേരെയും കൊന്നത് ഇവളാണ്. ഇവളുടെ ബോഡി കുറച്ച് വീക്കാണെങ്കിലും അവളിൽ ഉണ്ടായിരുന്ന ചില സൂപ്പർ നാച്ചുറൽ പവർ ഉപയോഗിച്ചാണ് ആളുകളെ വ്യത്യസ്തമായ രീതിയിൽ കൊന്നതും അതിലൊരു എവിഡൻസ് പോലും ഇല്ലാതാക്കിയതും. എപ്പോഴും അവൾ മയക്കത്തിലായിരിക്കില്ല. അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മയങ്ങിക്കിടക്കുന്നത് പോലെ അഭിനയിച്ചത്. അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അധികം വൈകാതെ ആ കുഞ്ഞ് മരിക്കും. ആ കുട്ടിയുടെ കണ്ണിൽ 2 കൃഷ്ണമണിയുണ്ട്. സത്യത്തിൽ അന്ന് അവൾ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കുഞ്ഞിനെയാണ് അപ്പോൾ നമുക്ക് കാണിച്ചു തന്നത്. ആ കുഞ്ഞിനെയാണ് പിന്നീട് അന്ന ലാബിൽ ഗ്ലാസ് ബോട്ടിൽ കണ്ടതും. പ്രസന്റിൽ ഇവള് ബെന്നിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായി അവൻ അവോയ്ഡ് ചെയ്യുന്ന വിഷയങ്ങൾ, അവന്റെ ഫാമിലി, ഡൈവോഴ്സ് പേപ്പർ, അവന്റെ മകള്, ഈ സീനെല്ലാം അവിടെ ഉണ്ടാക്കിയെടുത്ത് അവന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഒരു ഘട്ടത്തിൽ ഇതെല്ലാം ഫേക്ക് ആണെന്നും അവൾ തന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ഉണ്ടാക്കിയെടുത്ത രംഗങ്ങളാണെന്നും മനസ്സിലാക്കി അവൻ അവന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് അവളെ ഷൂട്ട് ചെയ്യും. അവൾ ആചാരപ്രകാരം ചെയ്യേണ്ട 5 കൊലപാതകങ്ങൾ ചെയ്തുവെങ്കിലും 6ാമതായി ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പ് അത് അവളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ അടക്കി വാഴാനുള്ള ആ പവറും മരണമില്ലാത്ത ജീവിതവും അവൾക്ക് നഷ്ടപ്പെടും. എന്നിരുന്നാലും അവളിലുണ്ടായിരുന്ന സൂപ്പർ നാച്ചുറൽ പവർ ഉപയോഗിച്ച് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ബെന്നിനെയും കൊല്ലും. ഈ സംഭവം അറിഞ്ഞ് അവിടേക്ക് പോലീസും മീഡിയയും ബെന്നിന്റെ ഫാമിലിയും എത്തും. ബെന്നിന്റെ മകള് അവളുടെ അച്ഛൻ ജീവന് വേണ്ടി പോരാടുന്ന കാഴ്ച കണ്ട് ഷോക്കായി ഇത്രയും വർഷം സംസാരിക്കാതിരുന്ന അന്ന സംസാരിക്കാൻ ആരംഭിക്കും. അവളുടെ ആ സംസാരം മരിച്ചു പോകുന്നതിന് തൊട്ടു മുൻപ് ബെന്നിന്റെ കാതിൽ വീഴും. മകളുടെ ഈ ഒരു പ്രശ്നം ശരിയാക്കണമെന്നുള്ളതായിരുന്നു ബെന്നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മകളുടെ സംസാരം കേട്ട് സന്തോഷത്തോടെ അവൻ മരിക്കും. ഇതോടെ ഈ സിനിമയോട് അവസാനിക്കും. ബായ്.